തിരുമംഗലം കോലോത്തെ അഭിമാന ഭാജനങ്ങളായ ഗജവീരന്മാർ അണിനിരക്കുന്ന ആനയോട്ട മത്സരം ആരംഭിക്കുകയാണ്. തിരുമംഗലത്തെ ആനകളോട് മത്സരിച്ച് ജയിക്കാൻ ഈ നാട്ടിൽ വേറെ ആനകളില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയിക്കാൻ പോവുകയാണ്. കുട്ടിശങ്കര, ആനകളുടെ പേരും അഡ്രസ്സും വായിക്കടാ. തിരുമംഗലം ചന്ദ്രശേഖരൻ, തിരുമംഗലം നീലകണ്ഠൻ, തിരുമംഗലം കൊച്ചുകേശവൻ, മണിശ്ശേരി കർണൻ, ഗ്രാങ്ങാട് ശേഖരൻ, മണിശ്ശേരി അർജുനൻ, പൊന്നുമ്മടത്തിൽ ലക്ഷ്മിക്കുട്ടി, പൊന്നുമ്മടത്തിൽ ലക്ഷ്മിക്കുട്ടി. ബിരിയാണിയാണോ? അതെ, പൊന്നുമ്മടത്തിൽ ലക്ഷ്മിക്കുട്ടി. അങ്ങനെ ഒരു ആനയെ കുറിച്ച് ഇതിനു മുമ്പ് കേട്ടിട്ടില്ലല്ലോ. ഇല്ല. അയ്യോ, പൊന്നുമ്മടത്തിൽ ലക്ഷ്മിക്കുട്ടി. നീയോ? തിരുമംഗലംകാരോട് പകരം വീട്ടാനുള്ള പുറപ്പാടാവും. കൊള്ളാം. അതിനീ പീറ കുഴിയാനേം കൊണ്ടാണോ വന്നിരിക്കുന്നത്? അതാ കണ്ടോ, തിരുമംഗലം കോലോത്തെ കൊമ്പന്മാർ. ഇവരോടൊപ്പം മത്സരിച്ച് ഈ കരയിലെ ഒരാനയും ഇന്നേ വരെ ജയിച്ചിട്ടില്ല. ജയിച്ചാൽ കോലോത്തെ തമ്പുരാക്കന്മാർ തല മുട്ടയടിച്ച് പുള്ളി കുത്തി നടക്കും. അപ്പൊ നമ്മുടെ ബാർബർ കേശവൻകുട്ടിക്ക് ഒരു പണിയായി. നമുക്ക് അവനെ വിളിച്ചിട്ട് വരാം അല്ലേ? എന്താ, പിന്മാറാൻ വല്ല ഉദ്ദേശമുണ്ടോ? ഇല്ല തമ്പുരാനെ, പിന്മാറാൻ വേണ്ടിയിട്ടല്ല പൊന്നുമടത്തിലെ വിഷ്ണുനാരായണൻ വന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിൽ മാത്രമായ ഒരു പന്തയം ഒരുക്കമാണോ? ഒരുക്കമാണ്. നിങ്ങളുടെ കൊമ്പന്മാരോടൊപ്പം ഓടി എന്റെ ലക്ഷ്മിക്കുട്ടി തോറ്റാൽ ഈ നിൽക്കുന്ന മുഴുവൻ ജനങ്ങളെയും സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, എന്റെ എല്ലാമായ ആനയെ ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ കൊടുക്കും. എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. മത്സരത്തിന് ഞങ്ങൾ തയ്യാർ. സമ്മതിച്ചോ? സമ്മതിച്ചു. ജയിച്ചാലോ? ജയിച്ചാൽ ഈ നിൽക്കുന്ന കൊമ്പനാനകളിൽ ഏതെങ്കിലും ഒന്നിനെ, അല്ല, നീ എന്ത് ചോദിച്ചോ അത് ഞാൻ തരും. വാക്കാണോ? തിരുമംഗലത്തെ തമ്പുരാക്കന്മാർക്ക് വാക്കൊന്നേ ഉള്ളൂ. ജയിച്ചാൽ തിരുമംഗലം കോലോത്ത കൊച്ചുതമ്പുരാട്ടി പൊന്നുമ്മടത്തെ വിഷ്ണുനാരായണന് സ്വന്തം. സമ്മതിച്ചോ? എന്താ തമ്പുരാനെ, വിളിച്ചുകൂവിയ വാക്കുകളെല്ലാം തിരിച്ചെടുക്കണം തോന്നുന്നുണ്ടോ? ഇല്ല, സമ്മതിച്ചു. ഇവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാരെ സാക്ഷി നിർത്തി ഞാൻ വാക്ക് തരുന്നു. ഈ നിൽക്കുന്ന കൊമ്പനാനകളോടൊപ്പം മത്സരിച്ച് നിന്റെ പീക്കിരിപ്പിടിയാനെ ജയിച്ചാൽ കോലോത്തെ കൊച്ചു തമ്പുരാട്ടി നിനക്ക് സ്വന്തം. എടുക്കടാ സാധനം. നീ കൊണ്ട് നേടും. തുറന്നു വാ. കേറി വാടി.
കഴിഞ്ഞില്ലേ? ആരോട് ചോദിച്ചിട്ട് എന്നെ ഒരു പന്തേക്കരുവാക്കിയത്? എന്റെ ജീവിതം കൊണ്ടാണ് ഇളയച്ചൻ അയാളോടുള്ള വാശി തീർക്കുന്നത്. അക്കണ്ട നാട്ടുകാരുടെ ഒക്കെ മുന്നിൽ വെച്ച്. എന്റെ പൊന്നു മോളെ, ഇളയിച്ചൊരു അബദ്ധം പറ്റിപ്പോയി. നമ്മുടെ ആനകളോടൊപ്പം ഓടി ആ പിടിയാനെ ജയിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. നാളെ ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല കേശവ. അമ്മ എന്തായി പറയണേ? വേണോന്ന് വെച്ചിട്ടായിരുന്നോ ഇതൊക്കെ? നാട്ടുകാരുടെ മുന്നിൽ വെച്ച് കൊടുത്ത വാക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? അവൻ വന്ന് പെണ്ണ് ചോദിച്ചാ എന്താ ഇനി പറയാൻ പോണേ? അതാ ഇപ്പൊ എന്റെ പരിഭ്രമം. ഓഹോ, അപ്പൊ വാക്ക് പാലിക്കാൻ ഞാൻ അയാളോടൊപ്പം ഇറങ്ങി പോണോന്നായിരിക്കും ഇനി പറയാ. അതിന് ഈ കല്യാണി ജീവനോടുണ്ടായിരിക്കില്ല. ശിവ ശിവ, ഞാൻ എന്തൊക്കെ കേൾക്കണേ. എടാ, നമ്മുടെ ആചാരം അനുസരിച്ച് ഈ കോലോത്ത കൊച്ചു തമ്പുരാട്ടിയുടെ പള്ളി കെട്ട് ഈ തിരുമുറ്റത്ത് വെച്ചാണ് നടത്തേണ്ടത്. നല്ല കുടുംബ പാരമ്പര്യമുള്ള ഏതെങ്കിലും കോലോത്ത ചെക്കൻ അവിടെ വേളി കഴിച്ചാൽ പിന്നെ അവനാണല്ലോ ഇവിടുത്തെ തമ്പുരാൻ. ശരിയാണോ? ശരിയാണ്. അപ്പൊ പിന്നെ എന്റെ ഗതി അതോ ഗതി. ആ ഗതി വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ബുദ്ധി. ഇത് വെറും ഒരു ആനക്കാരൻ. വാക്ക് കൊടുത്തു പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് നമ്മളൊന്ന് കണ്ണടച്ചാൽ അവൻ നമ്മളെ വിളിച്ചിറങ്ങിക്കൊണ്ട് പോകും. അങ്ങ് വെക്കോട്ടെ, അവന്റെ മനസ്സിൽ കാണുമല്ലോ വാശി. പിന്നെ അവൻ ക്ഷത്രിയനല്ലാത്തോണ്ട് ഈ കോലോത്ത് എന്ത് സ്ഥാനം? അത് കൊള്ളാം. അപ്പൊ കുംഭം 3 ഏട്ടന്റെ പട്ടാഭിഷേകം. എങ്ങനെ എങ്ങനെ? കുംഭം 3 ഏട്ടന്റെ പട്ടാഭിഷേകം. ഇഷ്ടായി ഇഷ്ടായി.